ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടെക് ടൂക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് 2024 ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഡോ ആണ്. ടൊയോട്ട UAEയിൽ പ്രാഡോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 4 വേരിയൻറ്റിലാണ്. ഒന്നാമത്തേത് ഫുൾ ഓപ്ഷനായ അഡ്വഞ്ചർ, GXL, GXR, പിന്നെ TXR. നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് ബേസിക് ഓപ്ഷനായിട്ടുള്ള TXR ആണ്. നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം. 5th ജനറേഷൻ പ്രാഡോ പ്രാക്ടിക്കൽ ഫോർ ലൈഫ് ഹൈ ക്വാളിറ്റി അഫോർഡബിൾ ഓഫ് റോഡർ ആയിട്ടാണ് ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എലഗൻസ് ആയിട്ട് നമുക്ക് ഈ വാഹനത്തെ തോന്നിപ്പിക്കും വിധം ടൊയോട്ട ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ ടൊയോട്ട ഫ്രണ്ട് ഗ്രില്ലിലെ ടൊയോട്ട എംബ്ലം അവർ മാറ്റി ടൊയോട്ട എന്ന് ആലേപനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹുഡ് സ്ട്രെച്ച് ചെയ്ത് അപ്രൈറ്റ് വിൻഡ്ഷീൽഡ് ഒരു പവർഫുൾ ലുക്ക് തന്നെയാണ് നമുക്ക് ഈ പ്രാഡോയിൽ തരുന്നത്. 2024 ലാൻഡ് ക്രൂസർ പ്രാഡോയിലെ എല്ലാ വേരിയൻറ്റിലും DRL ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയമണ്ട് സ്റ്റൈൽ 3 LED ടൈപ്പ് ഹൈ ബീമിനും ലോ ബീമിനുമായിട്ട് ഉപയോഗിക്കുന്നു. ഈ മോഡൽ പ്രാഡോയിൽ എല്ലാ വേരിയൻറ്റിലും 18 ഇഞ്ച് അലോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റൗണ്ട് ഹെഡ്ലൈറ്റ് GXL ഫസ്റ്റ് എഡിഷൻ, അഡ്വഞ്ചർ ഫസ്റ്റ് എഡിഷൻ എന്നീ 2 വേരിയൻറ്റിൽ മാത്രമേ UAEയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. TXR വേരിയൻറ്റിൽ ഇൻറ്റീരിയർ സീറ്റ്സ് എല്ലാം ഫാബ്രിക്സ് മെറ്റീരിയലും, GXRൽ സിന്തറ്റിക് ലെതറും, GXLും അഡ്വഞ്ചറിലും ഫുൾ ലെതർ സീറ്റ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബേസിക് ഓപ്ഷനായ TXRൽ 7 ഇഞ്ച് ഒപ്റ്റിട്രോൺ സ്പീഡോമീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയോ കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ എന്നിവയുടെ ബട്ടൺസ് സ്റ്റീറിംഗ് വീലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. 3 സോൺ AC ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ വേരിയൻറ്റിലും പുഷ് സ്റ്റാർട്ട് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിന് ഫ്രണ്ടിലായിട്ട് 2 C ടൈപ്പ് ചാർജിങ്ങും ഒരു USB C ടൈപ്പും കൊടുത്തിരിക്കുന്നു. വാഹനത്തിൻ്റെ എല്ലാ ഓഫ് റോഡും ഓൺ റോഡും സംബന്ധിച്ചുള്ള ബട്ടൺസ് എല്ലാം കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ഈ വാഹനത്തിന് 3 ഡ്രൈവിംഗ് മോഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നോർമൽ, പിന്നെ എക്കോ, സ്പോർട്സ് എന്നീ 3 ഡ്രൈവിംഗ് മോഡാണ് ഈ വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പഴയ പ്രാഡോയെ അപേക്ഷിച്ച് ഈ വാഹനത്തിൽ ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബേസിക് വേരിയൻറ്റിൽ സെക്കൻഡ് സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ട്. ഡൗൺ ഹിൽ അസിസ്റ്റും ക്രൗൾ കൺട്രോളും ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് മോഡലായിട്ട് എല്ലാ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ പാർക്കിംഗ് സെൻസർ, ഓഫ്, ഹെഡ്ലൈറ്റ്, ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ എല്ലാം ലെഫ്റ്റ് സൈഡ് പാനലിൽ കൊടുത്തിരിക്കുന്നു. പഴയ പ്രാഡോയെ അപേക്ഷിച്ച് അതുപോലെ തന്നെ ഈ വാഹനത്തിലും കൂളർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ TXR ബേസിക് വേരിയൻറ്റിൽ 8 ഇഞ്ച് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റേഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ മോഷൻ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു റൂം ലാമ്പും എമർജൻസി കോളിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റോ സീറ്റിലേക്ക് വരുമ്പോൾ റിയർ പാസഞ്ചേഴ്സിനുള്ള എയർ ഫ്ലോയും AC ടെമ്പറേച്ചർ സെറ്റിങ്ങും 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ടും പിന്നിൽ സെൻട്രൽ കൺസോളിന് പിന്നിലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 2024 മോഡൽ പ്രാഡോയിൽ സെക്കൻഡ് റോയും തേർഡ് റോ സീറ്റും ഫുള്ളി ഫ്ലാറ്റ് ബെഡായി നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ്. പവർ ബാക്ക് ഡോർ ബേസിക് മോഡലായ TXRൽ വരുന്നില്ല. GXL, GXR, അഡ്വഞ്ചർ മോഡലുകളാണ് പവർ ബാക്ക് ഡോർ വരുന്നത്. അതുപോലെ തന്നെ തേർഡ് റോ ഇലക്ട്രിക് പവർ ഫോൾഡിംഗ് വരുന്നത് അഡ്വഞ്ചർ മോഡലിൽ മാത്രമാണ്.
2024 ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഡോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എൻജിൻ 2.4 ലിറ്റർ ടർബോ പവേർഡ് എൻജിനാണ്. ഈ ഒരു എൻജിൻ നമുക്ക് 267 HP പവറും 430 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്തു തരുന്നത്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കമ്പനി അവകാശപ്പെടുന്നത് 10.6 km/L ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ 8 സ്പീഡ് ഗിയർ ബോക്സുമായിട്ട് മേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൈവേയിൽ വളരെ ക്വിക്ക് ആക്സിലറേഷനും സ്മൂത്ത് ആക്സിലറേഷനും നമുക്ക് അനുഭവപ്പെടും. എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ ഡുവൽ ടോൺ കളർ അവൈലബിൾ ഉള്ളത് അഡ്വഞ്ചർ വേരിയൻറ്റിൽ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്